നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒടുവിൽ ആ ഡീലുകൾ കൺഫേംഡ് ആയിരിക്കുന്നു. അധികം വൈകാതെ ശേഷിക്കുന്ന ഫോർമാലിറ്റികളൊക്കെ കടന്ന് അവ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെടും. അതെ, ജാവോ ഫെലിക്സ് ഇതാ ചെൽസിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. അദ്ദേഹം നേരത്തെ അവിടെ ലോണിൽ കളിച്ചിട്ടുണ്ട്. ഇനി പെർമനന്റ് ഡീലിൽ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതേസമയം കോണർ ഗാലഗർ ഒരു വട്ടം അദ്ദേഹം മാഡ്രിഡിൽ പോയി മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ എടുത്ത് ഡീൽ ഇതാ അവസാനിക്കുന്നു, കൺഫേംഡ് ആവുന്നു എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന് അദ്ദേഹം തിരികെ ചെൽസിയിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. ഇപ്പൊ വീണ്ടും കാര്യങ്ങളൊക്കെ ആയി. ആ ഡീലും ഡൺ ഡീലാവാൻ പോകുന്നു. അത് മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ ലാലിഗ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. ആ കളിയിൽ ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല ജാവോ ഫെലിക്സ്. ആ ഘട്ടത്തിൽ സിമയോണിയോട് അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ അറിയാൻ പോവുകയാണ്, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഞാൻ എന്തായാലും അറിഞ്ഞു കഴിഞ്ഞു, നിങ്ങളോടും അത് പറയും എന്നാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്. കാര്യം ഉറപ്പായി, ജാവോ ഫെലിക്സ് ബാക്ക് ടു ചെൽസി. ഇപ്പം ഫബ്രിസിയോ അടക്കമുള്ളവര് ഹിയർ വി ഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. അത്ലറ്റിക്കോ മാഡ്രിഡും അദ്ദേഹത്തിന്റെ ഏജന്റ് ആയിട്ടുള്ള ഹോർഗെ മെൻഡസും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒടുവിൽ ചെൽസിയിലേക്ക് താരം പോവുകയാണ്. 2030 ജൂൺ വരെയുള്ള ഒരു കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ദെൻ അടുത്ത മണിക്കൂറുകളിൽ തന്നെ അദ്ദേഹം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ മെഡിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കും. കാര്യങ്ങൾ കൺഫേംഡ് ആയിരിക്കുന്നു എന്നാണ് ഫബ്രിസിയോയുടെ റിപ്പോർട്ട്. അതോടൊപ്പം കോണർ ഗാലഗർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വരുന്ന മണിക്കൂറുകൾ അദ്ദേഹം മാഡ്രിഡിലേക്ക് ട്രാവൽ ചെയ്യും. 42 മില്യൺ ഫീക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്. സിമയോണിയാണ് ഇതിന് പുറകിൽ ഇത് നടക്കാൻ വേണ്ടി വീണ്ടും പുഷ് ചെയ്തത് എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. എല്ലാ കാര്യങ്ങളും ഡണ്ണായിരിക്കുന്നു. മെഡിക്കൽ നേരത്തെ കഴിഞ്ഞതാണ്. വരും മണിക്കൂറുകളിൽ എടുത്ത ഫോർമാലിറ്റികൾ കൂടി കഴിഞ്ഞ് അത്ലറ്റിക്കോ മാഡ്രിഡിലെ കോണർ ഗാലഗറും ഉണ്ടാകും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.